ഗുഡ് മോർണിംഗ് ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഓൾറെഡി PYQ ആയിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂണിൽ നടന്ന നമ്മുടെ നെറ്റ് എക്സാമിന്റെ 2025 ജൂണിൽ നടന്ന നെറ്റ് എക്സാമിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മളൊരു കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിയാണ് നമുക്ക് സെറ്റ് അല്ലേ? ഒരു പേപ്പറോ പെയിൻ എന്തെങ്കിലും എടുത്തിരിക്കുക, ജസ്റ്റ് ഫോണിൽ തന്നെ നിൽക്കുന്ന ആൻസർ, നിങ്ങൾ എന്തെങ്കിലും ഒരു ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുക. തെറ്റിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. തെറ്റി മാർക്ക് ചെയ്തിട്ടാണെങ്കിലും പഠിക്കുക. പക്ഷെ നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനം കൈവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ശരി, നോക്കിക്കേ. അറ്റ് ദ ലേബർ പാർട്ടി ആനുവൽ കോൺഫറൻസ് വിച്ച് പ്രൈം മിനിസ്റ്റർ യൂസ് കമ്മ്യൂണിറ്റി ആസ് എ തീം ഓഫ് ഹിസ് കീ നോട്ട് സ്പീച്ച് ടോക്കിംഗ് ഓഫ് വൺ നേഷൻ വൺ കമ്മ്യൂണിറ്റി. വൺ നേഷൻ വൺ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള ഈ സംഭവം വന്നപ്പോൾ ഇതിൽ ഏത് പ്രൈം മിനിസ്റ്റർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? കമ്മ്യൂണിറ്റി എന്നുള്ളത് ഒരു തീമായിട്ട് വെച്ചിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കീ നോട്ട് സ്പീച്ചിന്റെ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കേ, നിങ്ങൾ 4 ഓപ്ഷൻ നോക്കിക്കേ. നരേന്ദ്രമോദി, ടോണി ബ്ലെയർ, ബറാക് ഒബാമ, ഡൊണാൾഡ് ട്രംപ്. ഇതിൽ ആരാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ആ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ ആരാ വരുന്നതെന്ന്. ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കി നോക്കിക്കേ. ഇതിന്റെ ആൻസർ ആക്ച്വലി വരുന്നത് ടോണി ബ്ലെയർ ആണ് കേട്ടോ. ടോണി ബ്ലെയർ. ഓക്കെ, ടോണി ബ്ലെയർ എന്ന് പറയുന്നത് നമുക്കറിയാം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഫോമർ മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പൊ ഫോമർ പ്രൈം മിനിസ്റ്റർ ആണ്. ഇപ്പോഴല്ല, മുന്നേ ഉണ്ടായിരുന്ന മിനിസ്റ്റർ ആണ്. അപ്പൊ പുള്ളിയാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് എന്ന് പറയുന്നത്, ഈ ഒരു ലേബർ പാർട്ടി ആനുവൽ കോൺഫറൻസിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കീ നോട്ട് സ്പീച്ച് ഒക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീനെ കീ നോട്ട് തീമായിട്ട് വെച്ചിട്ട് സ്പീച്ച് നടത്തിയത് പുള്ളിയായിരുന്നു, ടോണി ബ്ലെയർ ആയിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരി, ക്ലിയർ ആണോ അത്? ഓക്കെ, അത് കുറച്ച് എന്താ പറയുന്ന ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള സംഭവമാണ്. നമുക്കത് കണക്ട് ചെയ്യാനും ഒന്നുമില്ല. പക്ഷെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടീമിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? പുള്ളിയാണ് വരുന്നത്, ടോണി ബ്ലെയർ ആണ് വരുന്നത്. ഓക്കെ, ടോണി ബ്ലെയർ ആണ് വരുന്നത്. ഇത് കുറച്ച് ഫാക്ച്വൽ ആണ്, അതാണ് നമ്മൾ പിന്നെ അധികം ഇതിൽ എക്സ്പ്ലനേഷൻ പറയാത്ത. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നു UK തന്നെ എന്താണ് എനർജി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണെന്ന് തോന്നുന്നു. സ്റ്റേറ്റ് ഓഫ് എനർജി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള എഡ്വേർഡ് മിൽബൻഡ്, പുള്ളിയാണ് കുറച്ചും കൂടി ഈ ഒരു കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കുറച്ചും കൂടി സ്പീച്ചിലൊക്കെ ഉൾപ്പെടുത്താറുള്ള, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പുള്ളി എന്ന് പറയുന്നത്. ഈ വൺ നേഷൻ വൺ കമ്മ്യൂണിറ്റി തുടങ്ങിയ സംഭവമൊക്കെ പുള്ളി ഭയങ്കര അതിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പുള്ളിയാണ്, എഡ്വേർഡ് മിൽബൻഡ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണും. എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ചേഞ്ച്, എനർജി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ, സ്റ്റേറ്റ് ഓഫ് എനർജി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ സെക്രട്ടറി ആണ് എന്ന് തോന്നുന്നു. എന്നാണ് ഓർമ്മ. നോക്കി നോക്കൂ ജസ്റ്റ് ഒന്ന് കേട്ടോ. എഡ്വേർഡ് മിൽബൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പുള്ളിയും ഇതേപോലെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ ഇതൊരു കണക്റ്റഡ് ആയിട്ട് നമുക്ക് ആകെ പറയാനുള്ളത് അതും കൂടെയാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എഡ്വേർഡ് മിൽബൻഡ്. ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ടോണി ബ്ലെയർ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, അധികം നമുക്ക് ഒരുപാട് തലമുറിക്കേണ്ട കാര്യം വരുന്നില്ല. എന്നാലും നോക്കിക്കോളൂ. In social work practice, crisis intervention is viewed as a practice model because ഇതൊരു പ്രാക്ടീസ് മോഡൽ ആയിട്ട് നമ്മൾ ക്രൈസിസ് വന്ന് നമ്മൾ ചെയ്യുന്ന ക്രൈസിസ് ഇന്റർവെൻഷൻസ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഇപ്പോ കുറച്ചും കൂടെ ക്രൈസിസ് ഇന്റർവെൻഷന്റെ ഡിമാൻഡ് അതല്ലെങ്കിൽ അത് കൂടി വരികയാണ്. കാരണം ക്രൈസിസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കൂടി വരികയാണ്. സോ ക്രൈസിസ് കുറെ ഉണ്ടാവുന്നുണ്ട്. ക്രൈസിസ് ഇന്റർവെൻഷൻസിനുള്ള ആ ഒരു ഡിമാൻഡും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇറ്റ് ഈസ് വ്യൂഡ് ആസ് എ പ്രാക്ടീസ് മോഡൽ. അത് പ്രാക്ടീസ് മോഡൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ പ്രാക്ടീസ് മോഡൽ ആയിട്ട് നമ്മൾ കാണണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം എന്നുള്ളൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരവായി. നോക്കിക്കേ, ഇറ്റ് ഡെവലപ്സ് ഔട്ട് ഓഫ് ആക്ച്വൽ എക്സ്പീരിയൻസ്. ആക്ച്വൽ എക്സ്പീരിയൻസ് എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ക്രൈസിസ് ഇന്റർവെൻഷൻ ആക്ച്വൽ എക്സ്പീരിയൻസ് നല്ല ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് ഡെവലപ്പ് ഔട്ട്സ് ഓഫ് എക്സ്പെരിമെന്റേഷന്റെ ഭാഗമായിട്ട് വരാം. ഇറ്റ് ഡെവലപ്സ് ഔട്ട് ഓഫ് തിയറി ഓഫ് ബിഹേവിയർ. തിയറി ആയിട്ടല്ല വരുന്നത്. ക്രൈസിസ് ഇന്റർവെൻഷൻ നമ്മൾ തിയറി ഓഫ് ബിഹേവിയർ ആയിട്ട് അങ്ങനെ ഡെവലപ്സ് ഔട്ട് ഓഫ് തിയറി ഓഫ് ബിഹേവിയർ എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു പ്രാക്ടീസ് മോഡൽ അതിന് നമുക്ക് സ്യൂട്ടബിൾ അല്ല ഇവിടെ. ഡെവലപ്സ് ഔട്ട് ഓഫ് എ സിംഗിൾ എക്സ്പ്ലനേഷൻ ഓഫ് ക്രൈസിസ് സിറ്റുവേഷൻ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഭയങ്കര ഒരു നാരോ ആയിപ്പോയി അല്ലെ. സിംഗിൾ എക്സ്പ്ലനേഷൻ ഓഫ് ക്രൈസിസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? എയും ബിയോ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്രൈസിസ് ഇന്റർവെൻഷനുമായിട്ട്. ക്രൈസിസ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള രീതിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നല്ല കേട്ടോ. ഔട്ട് ഓഫ് ദ സംഭവം പറയാണ്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നല്ല എക്സാമിന് വേണ്ടി നല്ല, പക്ഷെ അല്ലാതെ തന്നെ ക്രൈസിസ് ഇന്റർവെൻഷൻ വായിക്കുന്നത് കുറച്ച് നല്ലതാണ്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും കേരളത്തിന്റെ സിനാരിയോയിൽ ഒരുപാട് ക്രൈസിസ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും.
ഓക്കെ. ക്രൈസിസ് ഇന്റർവെൻഷൻ ഒരുപാട് PDF ഒക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി. നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ മാത്രം കേട്ടോ. മാൻഡേറ്റ് ആയിട്ട് പറയുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ വായിക്കാനൊക്കെ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? എയും ബിയും ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ യാ, എയും ബിയും ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഈ ഒരു പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ഉണ്ട്. ഏതെങ്കിലും ചോദ്യമോ അതല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷനിലോ അതല്ലെങ്കിൽ ആൻസർ മാർക്ക് ചെയ്തതിൽ ഇപ്പം എന്തെങ്കിലും നിങ്ങൾ മുന്നേ ആൻസർ നോക്കിയത് ഇതെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നതിനോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിന് വേണ്ട അല്ലെങ്കിൽ അത് തിരുത്തേണ്ടതായിട്ടുള്ള അങ്ങനെ എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്ലാനിങ് മെട്രിക്സ് ഇൻ റിസർച്ച്. ഇപ്പൊ നമ്മൾ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ എനിക്ക് ഉത്തരം കിട്ടും. ഇപ്പൊ ഈ ഒരു അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആയിട്ട് കണക്റ്റഡ് ആയി ചിന്തിച്ചാൽ പോലും ഇതിന്റെ ഉത്തരം കിട്ടും. ഓറിയന്റിങ് ഡിസിഷൻസ്, റിസർച്ച് ഡിസൈൻ, ഡാറ്റ അനാലിസിസ്, ഷെയറിംഗ് ക്ലയൻസ് പേഴ്സണൽ ഇൻഫോർമേഷൻ. ഇതില് നോട്ട് എ പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പ്ലാനിങ് മെട്രിക്സ്, റിസർച്ചിലെ പ്ലാനിങ് മെട്രിക്സിന്റെ ഭാഗം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ഫോളോയിങ് നോട്ട് എ പാർട്ട് ഓഫ് പ്ലാനിങ് മെട്രിക്സ്. ഇത് നിങ്ങൾക്ക് പ്ലാനിങ് മെട്രിക്സ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുന്നതായിരിക്കും. ഓറിയന്റിങ് ഡിസിഷൻസ് ആണോ, റിസർച്ച് ഡിസൈൻസ് ആണോ, ഡാറ്റ അനാലിസിസ് ആണോ, എന്താ ആൻസർ വരുന്നത്? ആക്ച്വലി ഇത് വരുന്നത് ഷെയറിംഗ് ക്ലയൻസ് പേഴ്സണൽ ഇൻഫോർമേഷൻ ആണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കുക, ക്ലയന്റിന്റെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുക, അങ്ങനെ ഒരു അതിസാഹസം നമ്മൾ ചെയ്യുമായിരിക്കും. അങ്ങനെ സാഹസം ഇവിടെ വരുന്നില്ല. അപ്പൊ പ്ലാനിംഗ് മെട്രിക്സിന്റെ ഭാഗമല്ലാതെ ഇതിൽ വരുന്നത് ഏതാണ്? ഷെയറിംഗ് ക്ലയൻസ് പേഴ്സണൽ ഇൻഫോർമേഷൻ. ക്ലയന്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ വിവരങ്ങൾ അല്ലെങ്കിൽ വ്യക്തി വിവരങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ള സംഭവം എന്തിന്റെ ഭാഗമല്ല? പ്ലാനിംഗ് മെട്രിക്സിന്റെ പാർട്ടായിട്ട് വരില്ല. ക്ലിയർ അല്ലേ? അത് ഭയങ്കര എളുപ്പമല്ലേ? നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലോജിക് അവിടെ വർക്ക്ഔട്ട് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കായിരുന്നു ഔട്ട് ഓഫ് ദ തിയറി. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു സംഭവം പ്ലാനിംഗ് മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു സംഭവം ഇവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ക്ലയന്റിന്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നു, റിസർച്ചിന്റെ ഒരു ഭാഗത്തിലാണ് വരുന്നത്. അപ്പൊ റിസർച്ചിൽ ക്ലയന്റിന്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക, പേഴ്സണൽ ഇൻഫോർമേഷൻ ക്ലയന്റിന്റെ നല്ല പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം വരാനുള്ള ചാൻസ് എത്രയായിരിക്കും? സോഷ്യൽ വർക്ക് ആസ്പെക്റ്റിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കുക, വളരെ കുറവായിരിക്കും. നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടുമായിരുന്നു. ഓക്കെ, ഷെയറിംഗ് ക്ലയൻസ് പേഴ്സണൽ ഇൻഫോർമേഷൻ ആണ് വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്ലാനിംഗ് മെട്രിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുള്ളതാണ്. നോക്കി ഒന്ന് വായിച്ചു നോക്കിക്കേ. പ്ലാനിംഗ് മെട്രിക്സ് ഇൻ റിസർച്ച് റെഫേഴ്സ് ടു വാരിയസ് മെട്രിക്സ് ബേസ്ഡ് ടൂൾസ് യൂസ്ഡ് ടു സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസ് റിസർച്ച് പ്ലാനിംഗ്. റിസർച്ച് പ്ലാനിങ്ങിനെ സ്ട്രക്ചറൈസ് ചെയ്യാനും അതേപോലെ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാരിയസ് മിക്സ് ഓഫ് അല്ലെങ്കിൽ വാരിയസ് മെട്രിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാനിംഗ് മെട്രിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിയാൽ അതിന്റെ കുറച്ച് ഒരു എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്ത്? പ്രൊജക്ട് പ്ലാനിംഗ് മെട്രിക്സ് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് പ്രൊജക്ട് പ്ലാനിംഗ് മെട്രിക്സ് വരുന്നത്? പ്രൊജക്ട് ഡിസൈനിന് വേണ്ടിയിട്ടും ലോജിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പ്രൊജക്ടിന്റെ ഡിസൈൻ എന്താണ്, ഓവറോൾ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ലോജിക്കലായിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, എന്ത് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റെപ്പ് വരേണ്ടത്, ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വരേണ്ടത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PPM അല്ലെങ്കിൽ പ്രൊജക്ട് പ്ലാനിംഗ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ കളക്ഷൻ മെട്രിക്സ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഹൗ സ്പെസിഫിക് ഡാറ്റ വിൽ ബി ഗ്യാതേർഡ് ആൻഡ് അനലൈസ്ഡ് ടു ആൻസർ. നമ്മൾ ഡാറ്റ അനാലിസിസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഓപ്ഷനിൽ. കണ്ടായിരുന്നു നിങ്ങൾ? ഡാറ്റ അനാലിസിസ് ഉണ്ടായിരുന്നു ഓപ്ഷനിൽ. അപ്പൊ നമ്മൾ എത്ര സ്പെസിഫിക് ആയിട്ടാണ് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നത്, അതിനെ അനലൈസ് ചെയ്യുന്നത്, അത് എത്രത്തോളം ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, നമ്മൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡാറ്റ കളക്ഷൻ മെട്രിക്സിൽ വരുന്നത്. കൺസെപ്റ്റ് മെട്രിക്സ് അല്ലെങ്കിൽ റിവ്യൂ മെട്രിക്സ് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് റിസർച്ചിനെ എന്താ പറയാ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എക്സിസ്റ്റിംഗ് റിസർച്ച് ഫോർ റിവ്യൂ ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ റിവ്യൂവിന് റിവ്യൂ മെട്രിക്സ് ആണ് അല്ലെങ്കിൽ കൺസെപ്റ്റ് മെട്രിക്സ് ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെയും റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെയും കണക്ട് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടായിരിക്കാം. ഇത് ഓർത്ത് വെക്കാനല്ല പറയും, നമ്മൾ ആ ഒരു കൺസെപ്റ്റിന്റെ കണക്റ്റഡ് ഫാക്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്ലാനിംഗ് മെട്രിക്സ് എന്താണ്? ഇറ്റ് ഈസ് എ മെട്രിക്സ് ബേസ്ഡ് ടൂൾ ആണ് ടു സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസ് റിസർച്ച് പ്ലാനിംഗ്. റിസർച്ചിന്റെ മൊത്തം പ്ലാനിങ്ങിനെ സ്ട്രക്ചറൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മെട്രിക്സ് ബേസ്ഡ് ടൂൾ ആണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിംഗ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അത് അത്രയും ഓർത്ത് വെക്കുക. പ്ലാനിംഗ് മെട്രിക്സ് ആണ്. അപ്പൊ പ്ലാനിംഗ് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. റിസർച്ചിനെ ഓർഗനൈസ് ചെയ്യാനും സ്ട്രക്ചറൈസ് ചെയ്യാനുമാണ് വരുന്നത്. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതിൽ വരാത്തതായിട്ടുള്ള ഏതാ? ക്ലയന്റിന്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക, വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് പ്ലാനിംഗ് മെട്രിക്സ്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ശരി. റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയാം. റിസർച്ചിന് ഭയങ്കര വെയിറ്റേജിന്റെ ചോദ്യം ചോദിക്കുന്നതാണ്. നമ്മുടെ മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ റിസർച്ചിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ എപ്പോഴും വരാറില്ല. എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിൽ നിന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അഡ്വക്കസി. ഇപ്രാവശ്യം നമുക്ക് കുറെ നോട്ടാണല്ലേ.
എന്താണെന്നറിയില്ല, തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുറെ പേര് ശ്രദ്ധിക്കൂല കേട്ടോ. നമ്മൾ നോട്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാധാ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഇത് വരച്ചിടണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കണം. കാരണം നമുക്ക് ഉത്തരം അറിയായിരിക്കും. ചോദ്യം നമ്മൾ വായിച്ചപ്പോൾ നോട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്താണ് ആൻസർ ഒക്കെ വായിച്ച് ഓപ്ഷൻ ഒക്കെ വായിച്ച് അവസാനം ക്ലിക്ക് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് പറ്റുന്നുണ്ടാവും, ഈ നോട്ട് നമ്മൾ വിട്ടുപോയിണ്ടാവും. ഇത് നമ്മൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് അഡ്വക്കസി, അഡ്വക്കസിയുടെ പാർട്ടായിട്ടുള്ള ആണ് ഞങ്ങളുടെ പിടയ്ക്കും, അതോടുകൂടി ഉത്തരം തെറ്റും. ഓക്കെ, അപ്പൊ നോട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അഡ്വക്കസിയുടെ പാർട്ട് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഷെയറിംഗ് പ്രോപ്പർ ഇൻഫോർമേഷൻ. ഇങ്ങനത്തെ ചോദ്യമൊക്കെ, ഈ ചോദ്യം ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ആ ഓപ്ഷൻസ് ഒന്ന് വൃത്തിക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഷെയറിംഗ് പ്രോപ്പർ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നു. മെയിൻറ്റെയിനിങ് ക്ലയന്റ് കോൺഫിഡൻഷ്യാലിറ്റി, ക്ലയന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പെർഫോമിംഗ് ഇൻസ്ട്രക്ഷൻസ് വിത്ത് ഡിലിജൻസ്, ഡിലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യനിഷ്ഠതയോടെ അല്ലെങ്കിൽ വളരെ ശുഷ്കാന്തിയോടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇൻസ്ട്രക്ഷൻസ് വളരെ വൃത്തിക്ക് ചെയ്യുന്നു. പിന്നെന്താ, ആക്ടിങ് പാർഷ്യലി ആൻഡ് ഇൻ സെലക്റ്റീവ് മാനർ, വളരെ പാർഷ്യൽ ആയിട്ട് നമ്മൾ പാർഷ്യലി എന്ന് പറഞ്ഞാൽ എന്താ, പാർഷ്യൽ ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നു. സെലക്റ്റീവ് മാനർ, ഇങ്ങനെ സെലക്ടഡ് ആയിട്ടുള്ള ആളുകളോട് അല്ലെങ്കിൽ കുറച്ചും കൂടി ചൂസി ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നു. ഇതിൽ ഏതാവാൻ അഡ്വക്കസിയുടെ ഭാഗം അല്ലാത്തത് ഏതായിരിക്കും? ഇപ്പൊ പറഞ്ഞ തന്നെ ലാസ്റ്റ് പറഞ്ഞല്ലേ, പാർഷ്യലി ആക്ട് ചെയ്യാണോ നമ്മൾ വേണ്ടതല്ല, ഫുള്ളി ആക്ട് ചെയ്യാൻ നമ്മൾ വേണ്ട. സെലക്റ്റീവ് മാനറിലല്ല, അല്ലെങ്കിൽ ഒരു പക്ഷാപാതപരമായിട്ടൊന്നുമല്ല നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ അവിടെ അഡ്വക്കസിയിൽ ആക്ട് ചെയ്യേണ്ടത്. യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും ഇല്ലാതെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്, അല്ലേ? അത് തന്നെയാണ് അതിന്റെ ആൻസർ. ആ ഒരു വേർഡ് മീനിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെയൊക്കെ ഇന്ന് റൂൾ ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്, ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇനി അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് വെച്ചാൽ അത് അങ്ങനെ വിട്ടുപോകരുത്. പക്ഷെ നമ്മൾ ആ ഓപ്ഷൻസിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനെ ഓർഡർ വൺ ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ ഒരു അവസരമാണ് ഇപ്പൊ കിട്ടുന്നത്. കുറെ പേർക്ക് പറ്റുന്നത് അവരെന്താണെന്ന് വെച്ചാൽ വളരെ മിനിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുള്ളൂ. അത് ചിലപ്പോൾ കട്ട് ഓഫിൽ എത്തുന്നുണ്ടായിരിക്കില്ല. നമുക്കറിയാലോ, നോർമലി നമ്മുടെ നെറ്റിന്റെ ഒക്കെ കട്ട് ഓഫ് എങ്ങനെയായാലും ഒരു 180-190 റേഞ്ചിലാണ് വരുന്നത്, അല്ലേ? JRF ആണെങ്കിൽ 210 അടുത്തൊക്കെ വരുന്നുണ്ട് ഇപ്പൊ കട്ട് ഓഫ്, അല്ലേ? ജനറൽ കാറ്റഗറി ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ആ ഒരു റേഞ്ചിൽ നമ്മൾ എത്തും. നമ്മൾ ഒരു 50 ചോദ്യം അറ്റൻഡ് ചെയ്താൽ നമ്മൾ എന്തായാലും അവിടെ എത്തത്തില്ല, ഇല്ലല്ലോ. ഒരു 70 ചോദ്യം അല്ലെങ്കിൽ 80 ചോദ്യം അറ്റൻഡ് ചെയ്താൽ തന്നെ 160 മാർക്കുകൾ. ഇപ്പൊ 80 നിങ്ങൾ അറ്റൻഡ് ചെയ്തു, 80 ശരിയായ പോലും 160 മാർക്കേ ആവുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 80 അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ എനിക്ക് ഇതേ അറിയുള്ളൂ ബാക്കി അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്കി കുത്താനൊക്കെ അവസരമുണ്ട്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ലോജിക്കലി പോസിബിൾ ആണെന്ന് തോന്നുന്ന ഒരു ആൻസർ കറക്കി കുത്തുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണടച്ച് കട്ട 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 ക്ലിക്ക് ചെയ്ത് പോകാനല്ല പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്ന ലോജിക്കലി ക്വസ്റ്റ്യൻ വായിച്ച് സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ഒരു ആൻസർ മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണോ അത്? ശരി. ആക്ടിംഗ് പാർഷ്യൽ ഇൻ എ സെലക്ടീവ് മാനർ വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അഡ്വക്കസി. ഓക്കെ, അടുത്ത് നോക്കിക്കുക. സ്ട്രെങ്ത് ബേസ്ഡ് പ്രാക്ടീസ് ഇൻ സോഷ്യൽ വർക്ക് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ. സ്ട്രെങ്ത് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നല്ലേ, ക്ലയന്റിന്റെ സ്ട്രെങ്ത്തിനായിരിക്കും നമ്മൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്ലയന്റിന്റെ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ക്ലയന്റിന്റെ ആ ഒരു ബാഡ് സിറ്റുവേഷനേക്കാൾ കൂടുതൽ നമ്മൾ ക്ലയന്റിന് ഇപ്പൊ എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ ക്ലയന്റിന് എന്തൊക്കെ റിസോഴ്സസ് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അയാളുടെ ശക്തി എന്താണ് അല്ലെങ്കിൽ അയാളുടെ സ്ട്രെങ്ത് എന്താണ്, അതിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ അപ്രോച്ച് പോകുന്നുണ്ടാവുക. അയാളുടെ പ്രശ്നമോ അല്ലെങ്കിൽ അയാളുടെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ അയാളുടെ ബലഹീനതകളെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, മറിച്ച് അയാളുടെ കഴിവുകളെ, ടാലന്റ് അല്ലെങ്കിൽ സ്കില്ലിനെ, അതിനൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അത് ആരാ ഫോക്കസ് അല്ലെങ്കിൽ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിന്റെ ആൻസർ വരുന്നത് ആക്ച്വലി ഡെന്നിസ് ആൽബിയാണ് വരുന്നത് കേട്ടോ. ഇതിൽ ഈ ബെർത്ത റെയ്നോൾസിനെ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയുമായിരിക്കും. ബെർത്ത റെയ്നോൾസ് മുന്നേ കുറെ ഓപ്ഷൻസിലൊക്കെ എല്ലാം മുന്നേ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ബെർത്ത റെയ്നോൾസ് ആക്ച്വലി നമ്മൾ ഇവിടെ പറയുന്നത് സോഷ്യൽ വർക്കിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ കേസ് വർക്കിലേക്ക് കൗൺസിലിംഗ് ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ കൗൺസിലിംഗിന്റെ ഇംപ്ലിമെന്റേഷൻ ഓഫ് കൗൺസിലിംഗ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് ബെർത്ത റെയ്നോൾസിന്റെ പേര്. മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, PYK മുന്നേ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ ബെർത്ത റെയ്നോൾസിന്. അപ്പൊ അത് കുറെ പേർക്ക്, കാരണം സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് മേരി റിച്ച്മണ്ട് ആണ് ആ ഒരു വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത്, അല്ലെ? സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തിന്റെ ബുക്കിൽ മേരി റിച്ച്മണ്ട് ആണ് എന്ത് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന ടേം ഒക്കെ ആദ്യം കോയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഓപ്ഷൻസിൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഇത് ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു അഡോപ്ഷൻ ഓഫ് കൗൺസിലിംഗ് ഇൻ ടു സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ഇപ്പോഴും മേരി റിച്ച്മണ്ട് ഓപ്ഷനിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ എന്താണ്, എല്ലാവരും പോയി മേരി റിച്ച്മണ്ടിനെ കറപ്പിക്കും, ഓക്കെ, അല്ലെങ്കിൽ ബബ്ലി അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യും. കാരണം എന്താ, മേരി റിച്ച്മണ്ട് ആണല്ലോ സോഷ്യൽ കേസ് വർക്ക്. നമ്മളെ സംബന്ധിച്ച് എന്താ, സോഷ്യൽ കേസ് വർക്ക് എവിടെ കണ്ടാലും മേരി റിച്ച്മണ്ട് ആണ്. അതിനപ്പുറം പിന്നെ ഒരു ചോദ്യമില്ല അതില്. പക്ഷെ ആക്ച്വലി കൗൺസിലിംഗ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കൗൺസിലിംഗ് കേസ് വർക്കിലേക്ക് ഇതാക്കുന്ന കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് ബെർത്ത റെയ്നോൾസ് ആണ്. അപ്പൊ ആ ഒരു പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു എന്നുള്ള പേര് കണ്ടുകൊണ്ട് മെൻഷൻ ചെയ്തു കേട്ടോ.
ഓക്കെ, സെറ്റ് അല്ലേ? പക്ഷെ അതും വിചാരിച്ച സോഷ്യൽ ഡയഗ്നോസിസ് ആരെ എഴുതിയെന്ന് ചോദിച്ചാൽ മേരി, അത് ബർത്ത റെയ്നോൾഡ്സ് അല്ല, അത് മേരി റിച്ച്മണ്ട് തന്നെയാണ് കേട്ടോ. സോഷ്യൽ ഡയഗ്നോസിസും സോഷ്യൽ കേസ് വർക്ക് എന്നുള്ള ആ ഒരു ടേം കോയിൻ ചെയ്തതും ഒക്കെ മേരി റിച്ച്മണ്ട് ആണ്. കൗൺസിലിംഗിന്റെ ഒരു ഇത് വരുന്ന സമയത്ത് മാത്രം ബർത്തയെ നോക്കാൻ മതി, വെറുതെ ഓർക്കാം. ഓക്കെ, ശരി. ഡെനീസ് ആൽബയാണ് ഇപ്പൊ ഇതിന്റെ ആൻസർ കേട്ടോ. സ്ട്രെങ്ത് ബേസ്ഡ് പ്രാക്ടീസ് ഇൻ സോഷ്യൽ വർക്ക് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ള ആളാണ് ഡെനീസ് ആൽബയാണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, കണ്ടോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ വീണ്ടും പറഞ്ഞല്ലേ, നമ്മൾ മെയിൻ പറഞ്ഞാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള 3 കാര്യങ്ങളാണ് എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, സോറി, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് 3, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇത് 3 നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പൊ നെറ്റ് എക്സാമിന് നിങ്ങൾ പോവുകയാണെങ്കിൽ ഏത് സ്കിപ്പ് ചെയ്താലും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ 3 പാർട്ട് സ്കിപ്പ് ചെയ്യരുത്. കാരണം എപ്പോഴും ചോദ്യം ചോദിക്കുന്ന, നിങ്ങൾ PYQs എത്ര വേണം എടുത്ത് നോക്കിക്കോ, ഈ 3 ഏരിയയിൽ നിന്ന് എന്തായാലും ചോദ്യം വന്നിട്ടുണ്ടായിരിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് സ്കോർ കിട്ടും. ഇതിപ്പോ രണ്ടാമത്തെ ചോദ്യം കേട്ടോ. ഈ ഒരു ഫുൾ സീരീസ് കഴിയുന്നതിന്റെ മുന്നേ നിങ്ങൾ നോക്കിക്കോ എത്ര വട്ടം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സും വരുന്നുണ്ട്, അല്ലെങ്കിൽ DPSP വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ചോദ്യം വരുന്നുണ്ടെന്ന് നോക്കിക്കോട്ടോ. ശരി, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? DPSP അല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് അതിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ല. പിന്നീട് നമ്മൾ ലേറ്ററിൽ നമ്മൾ അമെൻഡ് ചെയ്തിട്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ സമയത്തായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇത് ആഡ് ചെയ്തത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന്റെ ഭാഗമായിട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കിട്ടുന്നുണ്ടോ നോക്കിക്കാൻ. 41st, 40th, 42nd, 29th അമെന്റ്മെന്റ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണിത്. ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ അമെന്റ്മെന്റ് ആണ്. കിട്ടുന്നുണ്ടോ? ആക്ച്വലി അത് 42nd അമെന്റ്മെന്റ് ആണ് ഇപ്പൊ വരുന്നത്. 42nd അമെന്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതാ വരുന്നത്? 51A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് അല്ലെ. 51 വരെ DPSP ആണ് വരുന്നത്. 51A ക്യാപിറ്റൽ A ആണ്. 51A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. 60 ആണ് വരുന്നത്. 51A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. അതിലാണ് 51 ക്യാപിറ്റൽ A ആണ് വരുന്നത്. അപ്പൊ സ്മോൾ A അല്ല. സ്മോൾ A ഒക്കെ നമ്മൾ എപ്പോഴും എഴുതുക, സ്മോൾ എ എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റിലൊക്കെ ഇടും. അതെന്താ? അത് സബ്സെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. 51 ക്യാപിറ്റൽ A എന്ന് പറയുന്നത് നമ്മൾ ലേറ്റർ അമെന്റ്മെന്റ് വഴി അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ് 51A. കാരണം 51 എന്ന് പറയുന്നത് എന്താണ്? DPSPയുടെ ഭാഗമാണ്. എന്തായിരുന്നു? പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന DPSP ആണ് 51 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് 51 ക്യാപിറ്റൽ A. രണ്ടും രണ്ടാണ് കേട്ടോ. 51ന്റെ ഭാഗമല്ല ഈ ഒരു 51A, അതിന്റെ സബ് ക്ലോസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, അതിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ അത്? 42nd അമെന്റ്മെന്റ് ആണ്. 1976 ഈ ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന അമെന്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു അമെന്റ്മെന്റ് ആണ്. 1976 ഈ ഒരു അമെന്റ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 42nd അമെന്റ്മെന്റ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 42nd അമെന്റ്മെന്റ് ആണ് വരുന്നത്. പിന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 42nd അമെന്റ്മെന്റിൽ നമ്മൾ പറഞ്ഞല്ലോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42nd അമെന്റ്മെന്റ് ആണ്. അപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കണമെങ്കിൽ തന്നെ എന്താണ്, വളരെ മേജർ ആയിട്ടുള്ള ഒരുപാട് മാറ്റം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 42nd അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. 1976 ഈ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. അല്ലെങ്കിൽ പാർട്ട് 4 എന്താ വരുന്നത്? അപ്പോ DPSP പാർട്ട് 4 ആണ് വരുന്നത്. പാർട്ട് 3 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് കഴിഞ്ഞ് പാർട്ട് 4 DPSP വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പാർട്ട് 4 ക്യാപിറ്റൽ A, അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ലേറ്റർ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ A യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് വന്നത് ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു. 42nd അമെന്റ്മെന്റിലൂടെയാണ് വന്നത് 1976 കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ തന്നെയാണ് നമ്മുടെ എന്തും വന്നിട്ടുള്ളത്, നമ്മളുടെ പ്രിയാമ്പിളിലേക്ക് എന്തൊക്കെ ഇന്റഗ്രിറ്റി, അതേപോലെ തന്നെ ഇന്റഗ്രിറ്റി, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഈ 3 ടേംസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രിറ്റി, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഈ 3 ടേമും പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്ത് ഈ ഒരു സമയത്താണ്. പിന്നെ നമ്മുടെ DPSP തന്നെ 3 ആർട്ടിക്കിൾസ് എനിക്ക് തോന്നുന്നു 43A, 48A, പിന്നെ ഒരു ആർട്ടിക്കിളും കൂടെ വരുന്നുണ്ട് DPSPയിൽ. 43A-യും 48A-യും പിന്നെ ഒരു ആർട്ടിക്കിളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ അതും കൂടെ അങ്ങനെ 3 ആർട്ടിക്കിൾസ് DPSPയിലേക്ക് ആഡ് ചെയ്തതും എല്ലാം എന്താണ് ഈ ഒരു സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഈ ഒരു ആർട്ടിക്കിളിലൂടെയാണ് ഉണ്ടായത്. 42nd അമെന്റ്മെന്റിലൂടെയാണ് ഉണ്ടായത്. ഓക്കെ,
അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. 42nd അമെന്റ്മെന്റ് പറ്റുമെങ്കിൽ നമ്മളതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കണം, റെഫർ ചെയ്ത് നോക്കി നോക്കണം, ആപ്പിൽ അവൈലബിൾ ആയിരിക്കും വേണ്ടി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 42nd അമെന്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അമെന്റ്മെന്റ് ആണ്. 1976 വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതെന്തായാലും മിസ് ഔട്ട് ചെയ്യാതെ പോകാൻ വേണ്ടി ശ്രമിക്കും. മിസ് ഔട്ട് ചെയ്യരുത് ആ ഒരു അമെന്റ്മെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി. അടുത്ത് നോക്കിക്കേ, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ടെക്സ്റ്റ് ഓഫ് ദ ഹിന്ദു ലോ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് ആരാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആൻസർ മാർക്ക് ചെയ്യുക. രാജാറാം മോഹൻ റായ് വരുന്നുണ്ട്, എം ജി റാണെ വരുന്നുണ്ട്, പണ്ഡിത രാമാഭായ് വരുന്നുണ്ട്, ടിപ്ലൻ നോങ്ഭായ് വരുന്നുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് എം ജി റണാഡയാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കേ, എം ജി റണാഡയാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അത് ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള സാധനമാണ് അത് വരുന്നത്. ടെക്സ്റ്റ് ഓഫ് ഹിന്ദു ലോ എന്ന് പറയുന്നത് എം ജി റണാഡ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണത്. നിങ്ങളത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ എല്ലാ ബുക്കും നമുക്ക് എല്ലാ ഓതേഴ്സിനും ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം PYQ ചെയ്യുന്ന സമയത്തുള്ള ബുക്കുകളും അതേപോലെ അതിന്റെ ഓതേഴ്സിനെയും ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറെ ബുക്കുകൾ അപ്പൊ ആരും എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ബിലോങ് ടു നാഷണൽ ഹെൽത്ത് പോളിസി 2017? 2017 നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രിൻസിപ്പിൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം 2017 ഹെൽത്ത് പോളിസി പ്രപ്പോസ് ചെയ്ത സമയത്ത് സെർട്ടൻ പ്രിൻസിപ്പിൾസും കൂടെ നമ്മൾ അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ ഇപ്പൊ നമുക്ക് 4 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 3 അതിൻ്റെതാണ്. ഇതിന്റെ ഓപ്ഷൻസിന്റെ പെയറിംഗ് അടുത്തയിലാണ് വരുന്നത്. അപ്പോൾ ഇതിലെ 3 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. നോക്കി ഏതാണ് കിട്ടുന്നുണ്ടോ നോക്കിയൊക്കെ. ഇക്വിറ്റി വരുന്നുണ്ട്, യൂണിവേഴ്സാലിറ്റി വരുന്നുണ്ട്, സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്, അഫോർഡബിലിറ്റി വരുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് നാഷണൽ ഹെൽത്ത് പോളിസി 2017 ഭാഗമായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആക്ച്വലി ഇക്വിറ്റി എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രിൻസിപ്പിൾ ആണ്, യൂണിവേഴ്സാലിറ്റി ആണ്, അഫോർഡബിലിറ്റിയും ആണ്. സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്തിന്റെ അല്ല? നാഷണൽ ഹെൽത്ത് പോളിസി 2017 പ്രിൻസിപ്പിൾ അല്ല. സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്രീകൃതമാക്കുക എന്നുള്ളൊരു സംഭവം. ഡിസിഷൻ മേക്കിംഗ് സെൻട്രലൈസ്ഡ് ആക്കുക. ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു സെർട്ടേൺ ആൾ അല്ലെങ്കിൽ സെർട്ടേൺ ബോഡി മാത്രം ഡിസിഷൻ എടുക്കുക, ബാക്കി എല്ലാവരും ഇതാക്കുക. നമുക്കറിയാം നമ്മൾ കുറച്ചും കൂടെ ഡീസെൻട്രലൈസേഷനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ? കുറച്ചും കൂടെ ഓട്ടോണമി, ഈ പറയുന്ന പോലെ നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിലൊക്കെ എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഡിസിഷൻ എടുക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കാനും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ. അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷനെയാണ് നമ്മൾ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാതും കൂടെ ഒരു കേന്ദ്രീകൃതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് മൊത്തം റെസ്പോൺസിബിലിറ്റി കൊടുക്കുക എന്നുള്ളതിനപ്പുറം ചെറിയ ചെറിയ എന്താ പറയാ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റത്തിനെ ആയിരിക്കും നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനത്തെ സിസ്റ്റം ആയിരിക്കും. അപ്പൊ ഇവിടെ അതിന്റെ നാഷണൽ ഹെൽത്ത് പോളിസിയിൽ പ്രിൻസിപ്പിൾ അല്ലാതെ വരുന്നത് ഏതൊക്കെയാണ്? അല്ലാത്തത് ഏതാണ്? സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിനെ വീണ്ടും കേന്ദ്രീകൃതമാക്കുക എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ ഓപ്ഷൻ വരുന്നുണ്ടായിരിക്കാം? ABD ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, ഇതല്ലേ വരുന്നത്? ABD. ഓക്കെ, സെറ്റിൽ ചെയ്ത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോലെ നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് കൂടെ നിങ്ങൾ നോക്കിക്കോ. നാഷണൽ ഹെൽത്ത് പോളിസി 2017 എന്തിനു വേണ്ടി വന്നത്? അച്ചീവ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ബൈ പ്രൊവൈഡിംഗ് ആക്സസിബിൾ, അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് വിത്ത് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ, ഫോക്കസിംഗ് ഓൺ പ്രിവെൻഷൻ ആൻഡ് പ്രൈമറി കെയർ. പ്രൈമറി കെയറിനും പ്രിവെൻഷൻ കെയറിനും അല്ലെങ്കിൽ പ്രിവെന്റീവ് കെയറിനും ഫോക്കസ് കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് നാഷണൽ ഹെൽത്ത് പോളിസി 2017 എന്ന് പറയുന്നത്. അത് ആദ്യം ഓർത്ത് വെക്കാം കേട്ടോ. പ്രൈമറി കെയറിനും പ്രിവെന്റീവ് കെയറിനും ആയിരിക്കും നമ്മൾ പ്രൈമറി ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്തിനൊക്കെയാണ് നമ്മൾ അവിടെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യേണ്ടത്? ആക്സസിബിളും അഫോർഡബിളും ക്വാളിറ്റിയും ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് കൊടുക്കുക. ആക്സസിബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള, എല്ലാവർക്കും എത്തിപ്പെടാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള, അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള, അവർക്ക് ഫിനാൻഷ്യലി ആയിക്കോട്ടെ അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ആ ഒരു വാല്യൂ ഓഫ് മണി വെച്ചിട്ട് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക വിത്ത് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. അതിന് ഫോക്കസിംഗ് ഓൺ പ്രിവെൻഷൻ ആൻഡ് പ്രൈമറി കെയർ. പ്രിവെൻഷനും പ്രിവെന്റീവും മുൻകരുതലും അതേപോലെ പ്രൈമറി കെയറിനുമായിരിക്കും ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? അത് എന്തൊക്കെ പ്രിൻസിപ്പിൾ വരുന്നത് നോക്കിക്കേ. 2017 പ്രകാരം 2017 NSPയുടെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഇതെല്ലാം ഓർത്ത് വെക്കണമെന്ന് പറയില്ല, ഓർത്ത് വെച്ചാൽ നല്ലത്. ഓർത്ത് വെച്ചില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. നോക്കിയേ, പ്രൊഫഷണലിസം വരുന്നുണ്ട്, ഇന്റഗ്രിറ്റി ആൻഡ് എത്തിക്സ് വരുന്നുണ്ട്, ഇക്വിറ്റി വരുന്നുണ്ട്. ഇക്വിറ്റി അവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു കേട്ടോ. അഫോർഡബിലിറ്റി ഓപ്ഷനിലുണ്ട്, യൂണിവേഴ്സാലിറ്റി ഓപ്ഷനിലുണ്ട്,
പേഷ്യന്റ് സെന്റേർഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ വരുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്, ഇൻക്ലൂസീവ് പാർട്ണർഷിപ്പ്, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പാർട്ണർഷിപ്പുകൾ നമ്മൾ സ്വീകരിച്ച് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. പ്ലൂറലിസം, ഇന്റഗ്രേഷൻ ഓഫ് ആയുഷ്. ആയുഷ് എന്താ വരുന്നത്? ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ അല്ലെ. അപ്പൊ അതിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് പ്ലൂറലിസം. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനത്തിനൊക്കെ നമ്മൾ പറയുന്നതല്ലേ പ്ലൂറലിസം. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫോം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിസിൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത് ഇത് ഫംഗ്ഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഡീസെൻട്രലൈസേഷൻ കണ്ടോ, സെൻട്രലൈസേഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകരണമാണ് നമ്മൾ ചെയ്യുന്നത്. കേന്ദ്രീകരണമല്ല ചെയ്യുന്നത്, വികേന്ദ്രീകരണമാണ് നമ്മൾ ചെയ്യുന്നത്. ഡൈനാമിസം ആൻഡ് അഡാപ്റ്റീവ്നെസ്, ഇത്രയുമാണ് എന്ത് വരുന്നത് NHP 2017 പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ ഇത്? എന്തൊക്കെയായിരുന്നു നാഷണൽ ഹെൽത്ത് പോളിസിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞ 11 പ്രിൻസിപ്പിൾസ് ആണ് മെയിൻലി വരുന്നത്. അതിൽ ഡീസെൻട്രലൈസേഷൻ ആണ് വരുന്നത്. നമുക്ക് ഓപ്ഷനിൽ എന്തായിരുന്നു സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് തെറ്റുകണ്ട ഒറ്റ വാക്യം മാറ്റിയുള്ളൂ. ഡീസെൻട്രലൈസേഷന് പകരം സെൻട്രലൈസേഷൻ ഒന്നും ഓപ്ഷൻ, അത് തെറ്റാണ്. മനസ്സിലായോ? ഇൻക്ലൂസീവ് പാർട്ണർഷിപ്പ് വരുന്നുണ്ട്. പ്ലൂറലിസം, അപ്പൊ സിംഗുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെറ്റാണ് കേട്ടോ. ഓപ്ഷനിൽ വേണമെങ്കിൽ പറയാം അവർക്ക് സിംഗുലറിസം മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ല പ്ലൂറലിസത്തെയാണ് NHP പ്രൊമോട്ട് ചെയ്യുന്നത്. ഡൈനമിക് അല്ല എന്ന് പറയാം, നോട്ട് ഡൈനമിക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അഡാപ്റ്റീവ് ക്യാരക്ടർ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കേ, ഇതും കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത്ര എന്താ പറയാ ഒരു ലൈം ലൈറ്റ് നിൽക്കുന്ന ആയിരിക്കില്ല. നിങ്ങൾ നോക്കി കിട്ടുന്നുണ്ടോ നോക്കിക്കേ. പാച്ച് ബേസ്ഡ് വർക്ക് വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് വൺ ഓഫ് ദീസ്? ഇതിൽ ഏത് കമ്മിറ്റി അല്ലെങ്കിൽ ഏത് റിപ്പോർട്ടുമായിട്ടും കണക്റ്റഡ് ആണ് പാച്ച് ബേസ്ഡ് വർക്ക് എന്ന് പറയുന്നത്? ഭയങ്കര ഫാക്ച്വൽ ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഗസ് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ ഇല്ല പാച്ച് ബേസ്ഡ് വർക്ക് എന്ന് പറയുന്നത്. അറിയുമെങ്കിൽ സുഖമാണ്, പക്ഷെ അറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതായത് ഒറ്റ ക്ലിക്കിന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ മോഡറേറ്റ് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൽ വരുന്നതായിരിക്കും. അപ്പൊ നോക്കിക്കേ, ബാർക്ലേ കമ്മിറ്റി വരുന്നുണ്ട്, വാഗ്നർ കമ്മിറ്റി വരുന്നുണ്ട്, സീബോം കമ്മിറ്റി വരുന്നുണ്ട്, ഗ്രിഫിൻസ് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിലെ ആൻസർ വരുന്നത് ബാർക്ലേ കമ്മിറ്റിയാണ് ആൻസർ വരുന്നത്. ഓക്കെ, എന്താണ് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള സംഭവം പറഞ്ഞുതരാം. ഓർത്ത് വയ്ക്കുക, ബാർക്ലേ കമ്മിറ്റിയിലാണ് പാച്ച് ബേസ്ഡ് വർക്ക് വരുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് ബാർക്ലേ കമ്മിറ്റിയാണ് കേട്ടോ. ഇനി നോക്കിയാൽ നമുക്ക് ജസ്റ്റ് അതെന്താണ് ആ ഓരോ കമ്മിറ്റി അല്ലെങ്കിൽ ഓരോ റിപ്പോർട്ട് എന്താ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ നമുക്ക് നോക്കിപ്പോവാം. ബാർക്ലേ കമ്മിറ്റി സ്ട്രോങ്ലി റെക്കമെൻഡഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് പാച്ച് ബേസ്ഡ് സോഷ്യൽ വർക്ക്. കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള പാച്ച് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കിനെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തൊരു കമ്മിറ്റി അല്ലെങ്കിൽ റിപ്പോർട്ടാണ് എന്ത് പറയുന്നത് ബാർക്ലേ റിപ്പോർട്ട് എന്ന് പറയുന്നത്. നോക്കിയൊക്കെ സോഷ്യൽ വർക്ക്. അപ്പൊ ഈ പാച്ച് എന്ന് പറയുന്നത് എന്താ? പാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയാസിനെയാണ് നമ്മൾ പാച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ പാച്ചസ് ആയി തിരിച്ചുകൊണ്ട് ഓരോ സോഷ്യൽ വർക്കേഴ്സിനും പാച്ചസ് അസൈൻ ചെയ്യുന്നത്, ഇന്ന ഒരു ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയ ഒരു സോഷ്യൽ വർക്കർക്ക് കൊടുത്തുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാച്ച് ബേസ്ഡ്, അല്ലെങ്കിൽ അതാണ് ബാർക്ലേ റിപ്പോർട്ടിൽ നമ്മൾ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത് ഓരോ ചെറിയ ചെറിയ ജോഗ്രഫിക്കൽ ഏരിയാസിനെ നമ്മൾ പാച്ചുകളായിട്ട് തിരിക്കുന്നു. ആ പാച്ചസിന് ഓരോ സോഷ്യൽ വർക്കേഴ്സിനെ അലോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കാണ് മെയിൻലി ഇതിൽ വരുന്നത്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, ഡെലിവർ പ്രിവെന്റീവ് ആൻഡ് ആക്സസിബിൾ സർവീസ് കൊടുക്കുക, ഇതൊക്കെയാണ് ബാർക്ലേ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ പാച്ച് ബേസ്ഡ് സോഷ്യൽ വർക്ക് എന്ന് കേട്ട ബാർക്ലേ റിപ്പോർട്ട് ഓർത്തേക്കുക. പാച്ച് മീൻസ് സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കാം പാച്ചിനൽ കമ്മിറ്റിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കാം. പാച്ചിനൽ കമ്മിറ്റി കുറച്ചും കൂടെ റെസിഡൻഷ്യൽ ചൈൽഡ് കെയറിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ് അല്ലെ. റെക്കമെൻഡഡ് ഇംപ്രൂവിംഗ് റെസിഡൻഷ്യൽ ചൈൽഡ് കെയർ ത്രൂ സ്റ്റാഫ് ട്രെയിനിങ്. സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കുന്നതുമായിട്ട് റെസിഡൻഷ്യൽ ചൈൽഡ് കെയർ ഇംപ്രൂവ് ചെയ്യുക, ചിൽഡ്രന്റെ റൈറ്റ്, ഇൻഡിവിജ്വലൈസ്ഡ് കെയർ പ്ലാൻ കൊടുക്കുക, അതായത് കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് അത്രയെങ്കിലും ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. റെസിഡൻഷ്യൽ ചൈൽഡ് കെയർ അല്ലെങ്കിൽ കുട്ടികളുമായി കണക്റ്റഡ്, ചിൽഡ്രൻ റൈറ്റ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ് വാഗ്നർ റിപ്പോർട്ട് അല്ലെങ്കിൽ വാഗ്നർ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, സീബോം റിപ്പോർട്ട്. സീബോം റിപ്പോർട്ടിൽ എന്താ വരുന്നത്? യൂണിഫൈഡ് സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വിത്ത് ജനറിക് മോഡൽ ഓഫ് സോഷ്യൽ വർക്ക് അണ്ടർ ലോക്കൽ അതോറിറ്റീസ്. ലോക്കൽ അതോറിറ്റീസിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ എന്താ പറയുക ഓരോ ലോക്കൽ അതോറിറ്റീസിന്റെ അണ്ടറിലും ഒരു ജനറിക് മോഡൽ ഓഫ് സോഷ്യൽ വർക്ക് കൊടുക്കുക അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഇതാക്കുക എന്നുള്ളതാണ്. യൂണിഫൈഡ് ആയിട്ട് ഏകീകൃതമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് സീബോം റിപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രപ്പോസ്ഡ് യൂണിഫൈഡ് സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, യൂണിഫൈഡ് ആയിട്ടുള്ള സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരിക വിത്ത് ജനറിക് മോഡൽ ഓഫ് സോഷ്യൽ വർക്ക് അണ്ടർ ലോക്കൽ അതോറിറ്റീസിന്റെ അണ്ടറിൽ. ഓക്കെ, അതാണ് സീബോം റിപ്പോർട്ട്. യൂണിഫൈഡ് സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു കീവേഡ് ഓർത്ത് വെച്ചാലും മതിയായിരിക്കും. ഓക്കെ, ലോക്കൽ അതോറിറ്റീസിനകത്ത്. അടുത്ത് നോക്കിയാൽ ഗ്രിഫിത്സ് റിപ്പോർട്ടാണ് പറയുന്നത്. അഡ്വക്കേറ്റ് ഷിഫ്റ്റിംഗ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു കമ്മ്യൂണിറ്റി കെയർ വിത്ത് ലോക്കൽ അതോറിറ്റീസ് ലീഡിംഗ് കെയർ മാനേജ്മെന്റ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്
ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ കൊടുക്കുക. അവർക്ക് കുറച്ചും കൂടെ അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആക്സസ് കൊടുത്തിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടച്ചിട്ട അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനത്തതിനാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയുന്നത്, അഡ്വക്കേറ്റഡ് ഷിഫ്റ്റിംഗ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു കമ്മ്യൂണിറ്റി കെയർ. ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറിൽ നിന്നും കമ്മ്യൂണിറ്റി കെയറിലേക്കുള്ള ഒരു ഷിഫ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ബേസിസിലായി പറയുന്നത്, ഗ്രിഫിത്സ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ആ 4 റിപ്പോർട്ടിന്റെ ബേസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി ചോദിക്കുക. ക്വസ്റ്റ്യനിലോ അതല്ലെങ്കിൽ ഓപ്ഷനിലോ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷനിലോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇത്രയുമാണ് വരുന്നത്. താഴെ കമന്റ് കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.